നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മു കാശ്മീരിലെ സുരക്ഷ വിലയിരുത്തുവാനും തുടർ സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് കൂടിക്കാഴ്ച. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ താവളം സുരക്ഷാസേന കണ്ടെത്തിയതായി റിപ്പോർട്ട്. കാനഡയിലെ വാൻകൂവറിൽ ഫിലിപ്പിനോ പൈതൃക ഉത്സവത്തിനിടയിലേക്ക് കാർ ഇടിച്ചുകയറ്റി കൊല്ലപ്പെട്ടവരുടെ എണ്ണം 11. പ്രതിക്കെതിരെ 8 കൊലപാതക കുറ്റങ്ങൾ ചുമത്തിയതായി പ്രോസിക്യൂട്ടർമാർ. അതിമോഹം തീരാതെ ട്രംപ്. ക്രിമിയ ഉപേക്ഷിക്കാൻ സെലൻസ്കി തയ്യാറാണെന്ന് താൻ കരുതുന്നുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന് പിന്നാലെ അഭയാർത്ഥി പ്രശ്നം രൂക്ഷമായി യുകെയിലും നാടുകടത്തൽ നടപടി കടുപ്പിക്കുന്നു. ഷെങ്കൻ വിസയുമായി യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ്. ജർമ്മൻ, ഫ്രാൻസ്, നെതർലാൻഡ് അടക്കം 10 രാജ്യങ്ങൾ അതിർത്തി പരിശോധനകൾ പുനഃസ്ഥാപിച്ചു. ആഗോള വിപണിയിൽ എണ്ണ വിലയിൽ ഇടിവ് തുടരാൻ സാധ്യത. യുഎഇയിൽ അടുത്ത മാസം പെട്രോൾ വില കുറയുമെന്ന് സൂചന. കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കും തിരികെയുമുള്ള ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസുകൾ മെയ് 15 മുതൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂളിന്. ടോട്ടനത്തെ 1-5 ഗോളിന് തോൽപ്പിച്ചാണ് ലിവർപൂൾ കിരീടം ഉറപ്പിച്ചത്. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മു കാശ്മീരിലെ സുരക്ഷ വിലയിരുത്തുവാനും തുടർ സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിവരം. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. BSF മേധാവി ദൽജിത് സിംഗ് ചൗധരിയുമായി പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ കൂടുതൽ സൈനിക വിന്യാസം നടത്തുന്നതായി വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച സുപ്രധാനമാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ താവളം സുരക്ഷാസേന കണ്ടെത്തിയതായി റിപ്പോർട്ട്. കുൽഗാം വനമേഖലയിൽ വെച്ച് ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതായും റിപ്പോർട്ട്. കുൽഗാമിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭീകരർ സൈന്യത്തിന് നേരെ വെടിവെച്ചത്. സൈന്യം തിരിച്ചടിച്ചു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 ഇടങ്ങളിലായി സൈന്യം ഭീകരർക്ക് അടുത്തെത്തിയെന്നാണ് റിപ്പോർട്ട്. സൈന്യവും CRPF, ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. അനന്ത്നാഗിലെ ഹാപ്പത്ത് നഗർ ഗ്രാമത്തിൽ വെച്ചാണ് ആദ്യം ഭീകരരെ കണ്ടതെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഇവർ സൈന്യമെത്തും മുൻപേ കടന്നുകളഞ്ഞു. കാനഡയിലെ വാൻകൂവറിൽ നടന്ന ഫിലിപ്പിനോ പൈതൃക ഉത്സവത്തിനിടയിലേക്ക് കാർ ഇടിച്ചുകയറ്റി കൊല്ലപ്പെട്ടവരുടെ എണ്ണം 11. 15ഓളം പേർക്ക് പരിക്കേറ്റു. കാർ ഇടിച്ചുകയറ്റിയ ആക്രമണത്തിലെ പ്രതിക്കെതിരെ 8 കൊലപാതക കുറ്റങ്ങൾ ചുമത്തിയതായി പ്രോസിക്യൂട്ടർമാർ അറിയിച്ചു. 30-കാരനായ കൈജി ആദം ലോയ്ക്കെതിരെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്താൻ സാധ്യതയുണ്ടെന്ന് ബ്രിട്ടീഷ് കൊളംബിയ പ്രോസിക്യൂഷൻ സർവീസ് അറിയിച്ചു. തീവ്രവാദ സാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു. ലോയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ മുൻ ചരിത്രമുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാനഡയിലെ വാൻകൂവറിൽ ഈസ്റ്റ് 41-ാം അവന്യൂവിലും ഫ്രേസർ സ്ട്രീറ്റിലും നടന്ന ഫിലിപ്പിനോ സംസ്കാരത്തിന്റെ ആഘോഷമായ ലാംബു ഡേ ബ്ലോക്ക് പാർട്ടിയിലേക്കാണ് പ്രതി വാഹനം ഇടിച്ചു കയറ്റിയത്. വാൻകൂവർ നിവാസിയായ ലോ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഞായറാഴ്ച ഫിലിപ്പിനോ സമൂഹത്തിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ആക്രമണ സ്ഥലത്തിന് സമീപമുള്ള ഒരു സ്മാരകത്തിൽ ഇരകൾക്ക് വേണ്ടി പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയും ചെയ്തു. ക്രിമിയ ഉപേക്ഷിക്കാൻ വ്ളാഡിമിർ സെലൻസ്കി തയ്യാറാണെന്ന് താൻ കരുതുന്നുവെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കി ക്രിമിയ കൈവിടുമെന്നാണ് താൻ കരുതുന്നതെന്നും ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2014 റഷ്യ പിടിച്ചെടുത്ത് കരിങ്കടൽ ഉപദ്വീപിനെക്കുറിച്ചുള്ള ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അവകാശവാദങ്ങൾ വകവയ്ക്കാതെ തന്റെ നിലപാട് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും ട്രംപ്. റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഡൊണാൾഡ് ട്രംപ് കാട്ടിക്കൂട്ടുന്ന ശ്രമങ്ങൾക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമർഷം പുകയുകയാണ്. വത്തിക്കാനിൽ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് 1 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ന്യൂജേഴ്സിയിൽ ഒരു വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി ആ പ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് കരുതുന്നുവെന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച പ്രതികാര നടപടികൾ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിട്ടതിനെ തുടർന്ന് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും ഇന്ത്യയ്ക്കുമിടയിലുള്ള വിമാന സർവീസുകൾ കാലതാമസം നേരിട്ടു തുടങ്ങി. ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളതായ എല്ലാ വിമാന കമ്പനികളുടെയും സേവനത്തെയും പാകിസ്ഥാന്റെ നടപടി ബാധിക്കും. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് UAE ഉൾപ്പെടെയുള്ള യൂറോപ്പ്, വടക്കേ അമേരിക്ക, UK, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ കഴിയില്ല. ദൈർഘ്യമേറിയ റൂട്ടുകൾ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുമെന്നും അടച്ചുപൂട്ടൽ തുടരുകയാണെങ്കിൽ ഇത് ഉയർന്ന വിമാന നിരക്കിലേക്ക് നയിച്ചേക്കാമെന്നും എയർലൈനുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഇന്ത്യൻ വിമാന കമ്പനികൾ ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമമേഖല ഒഴിവാക്കി വഴിതിരിച്ചുവിടണം. ഇത് പടിഞ്ഞാറോട്ട് പോകുന്ന പല വിമാനങ്ങളുടെയും സമയവും ഇന്ധന ഉപഭോഗവും വർദ്ധിപ്പിക്കുന്നു. യുഎഇക്കും ഇന്ത്യയ്ക്കും ഇടയിലുള്ള ബാധിത റൂട്ടുകളിലെ യാത്രക്കാർ കാലതാമസവും സാധ്യമായ പുനഃക്രമീകരണവും പ്രതീക്ഷിക്കണമെന്നും വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. നിലവിൽ ഇന്ത്യൻ ഉടമസ്ഥയിലുള്ളതും ഇന്ത്യ നടത്തുന്നതുമായ എയർലൈനുകൾക്ക് മാത്രമേ നിയന്ത്രണം ബാധകമാകൂ. യുഎഇക്കും ഇന്ത്യയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന വിദേശ എയർലൈനുകളെ ഇത് ബാധിക്കില്ല. യുഎസിന് പിന്നാലെ അഭയാർത്ഥി പ്രശ്നം രൂക്ഷമായ യുകെയിലും നാടുകടത്തൽ നടപടി കടുപ്പിക്കുകയാണ്. യുകെയിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്ന വിദേശ കുറ്റവാളികളുടെയും രാജ്യങ്ങളും കുറ്റകൃത്യങ്ങളും ആദ്യമായി പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങി യുകെ ഹോം ഓഫീസ്. ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പർ ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടു. നാടുകടത്തൽ കാത്തിരിക്കുന്ന വിദേശ കുറ്റവാളികളുടെ എണ്ണം 19,244 ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലിലുള്ള കുറ്റവാളികൾ ഏകദേശം 12% വിദേശ പൗരന്മാരാണ്. ബ്രിട്ടീഷ് കുറ്റവാളികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ അൽബേനിയയിൽ നിന്നാണ്. പോളിഷ്, റൊമാനിയൻ എന്നിവരാണ് തൊട്ടു പിന്നിൽ. ജയിൽ തിരക്ക്, നിയമപരമായ അപ്പീലുകൾ, നയതന്ത്ര വെല്ലുവിളികൾ എന്നിവ കൊണ്ട് സർക്കാരിന് കൂടുതൽ തലവേദനയുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പട്ടിക വരുന്നത്. ഷെങ്കൻ വിസയുമായി യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ്. ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ് അടക്കം 10 രാജ്യങ്ങൾ അതിർത്തി പരിശോധനകൾ പുനഃസ്ഥാപിച്ചു. എപ്പോൾ വേണമെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാകാമെന്നതിനാൽ യാത്രക്കാർ യാത്രാരേഖകൾ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പുതിയ ആഗോള പ്രശ്നങ്ങളും സുരക്ഷാ വിഷയങ്ങളുമൊക്കെ അതിസങ്കീർണമായതോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസകൾക്കും ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ അധികൃതർ അതത് രാജ്യങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. കുറഞ്ഞത് 10 യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും ഷെങ്കൻ വിസയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ ഷെങ്കൻ വിസയുമായി ഈ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അത് കടലിലൂടെ ആയാലും ഫെറിയിലൂടെ ആയാലും കരയിലൂടെ ആയാലും വ്യോമമാർഗമായാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തങ്ങളുടെ യാത്രാരേഖകൾ കാണിക്കാൻ നിർബന്ധിതരാകും. ഇനി അങ്ങോട്ട് അല്പം കൂടി സങ്കീർണമായിട്ട് ജർമ്മനി, നെതർലൻഡ്സ് അടക്കം 10 രാജ്യങ്ങളാണ് ഇപ്പോൾ ഷെങ്കൻ വിസയുമായി വരുന്ന യാത്രക്കാരെ രൂക്ഷമായ അല്ലെങ്കിൽ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചില രാജ്യങ്ങൾ ഈ നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 2 വർഷത്തേക്കെങ്കിലും ഈ നടപടികൾ തുടരുമെന്നാണ് ഈ 10 യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട്. ഇനി അങ്ങോട്ട് പാസ്പോർട്ട് കാണിക്കാതെ ബെർലിനിൽ നിന്ന് റോമിലേക്ക് വിമാനത്തിൽ പറക്കുന്നത് അതിസങ്കീർണമായേക്കാം. ഷെങ്കൻ രാജ്യങ്ങളുടെ ആഭ്യന്തര അതിർത്തി പരിശോധനകൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂഖണ്ഡത്തിലെ പ്രശസ്തമായ അതിർത്തിരഹിത യാത്ര ഇനി വിസ എടുക്കുന്നതിൽ മാത്രമാണ് ആയാസരഹിതമെന്ന് കരുതേണ്ട. യാത്രയും ഇനി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. ദേശീയ സുരക്ഷാ ഭീഷണികൾ, കുടിയേറ്റ സമ്മർദ്ദങ്ങൾ എന്നിവയാണ് ഷെങ്കൻ അതിർത്തി നിയമങ്ങളിലെ ആർട്ടിക്കിൾ 25ഉം 29ഉം ഒക്കെ പ്രകാരം അതിർത്തി ആഭ്യന്തര പരിശോധനകൾ ശക്തമാക്കാൻ അതത് രാജ്യങ്ങളെ ഇപ്പോൾ നിർബന്ധിതരാക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, ബിസിനസ് യാത്രക്കാർ ഇവർക്കൊക്കെ വ്യക്തമായ യാത്രാ തിരിച്ചൽ രേഖകൾ പരിശോധിക്കേണ്ടി വരും. യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിൽ അല്പം കൂടി സങ്കീർണതകൾ കൂടുമെന്ന് ചുരുക്കം. ക്രമരഹിതമായ കുടിയേറ്റവും കള്ളക്കടത്തും ചെറുക്കുന്നതിന് ജർമ്മനി 2024 സെപ്റ്റംബറിൽ തന്നെ 1ലധികം ലാൻഡ് ക്രോസിങ്ങുകളിൽ അതിർത്തി പരിശോധനകൾ പുനഃസ്ഥാപിച്ചിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. 2025 സെപ്റ്റംബർ 15 വരെ ഈ പരിശോധനകൾ നീട്ടിയിട്ടുണ്ടെന്ന് ജർമ്മനി അറിയിച്ചിട്ടുണ്ട്. പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രിയ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ് ഈ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിലാണ് ജർമ്മനി തങ്ങളുടെ പരിശോധനകൾ കടുപ്പിച്ചിരിക്കുന്നത്. ട്രെയിനിലോ കാറിലോ യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ ദേശീയ ID കയ്യിൽ വേണം. ഭീകരാശങ്കകളും ഒളിമ്പിക്സ് പോലുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട വർദ്ധിച്ച സുരക്ഷാ പ്രശ്നത്തെ തുടർന്നാണ് ഫ്രാൻസിൻ്റെ അതിർത്തികളിൽ ആഭ്യന്തര പരിശോധനകൾ കർശനമാക്കാൻ തുടങ്ങിയത്. 2024 നവംബർ 1 ജർമ്മനിക്കൊപ്പം ഫ്രാൻസും ആരംഭിച്ച ആ പരിശോധന ഏപ്രിൽ അവസാനം വരെ നിലനിൽക്കുമെന്നാണ് സൂചന. പക്ഷേ വരും മാസങ്ങളിലും ഈ പരിശോധന തുടരാനാണ് ഫ്രാൻസിൻ്റെ തീരുമാനം. ബെൽജിയം, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിലും പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ഫ്രഞ്ച് അധികൃതർ പരിശോധന ശക്തമാക്കി കഴിഞ്ഞു. സ്റ്റേഡിയങ്ങളിലും മറ്റ് ഉയർന്ന സുരക്ഷാ മേഖലകളിലുമൊക്കെ ID നിർബന്ധമായും കരുതിയിരിക്കണമെന്ന് ഷെങ്കൻ യാത്രികരോട് ഇപ്പോൾ തന്നെ ഫ്രാൻസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കുടിയേറ്റക്കാരുടെ പ്രശ്നം തന്നെയാണ് നെതർലൻഡ്സിനെ അലട്ടുന്നത്. കുടിയേറ്റക്കാരുടെ വർദ്ധിച്ച ഒഴുക്ക് തടയുന്നതിനായിട്ട് നെതർലൻഡ്സ് തങ്ങളുടെ പ്രധാന ഗതാഗത കേന്ദ്രങ്ങളിൽ ആഭ്യന്തര പരിശോധനകൾ ഒന്നുകൂടി കർശനമാക്കി. ഡിസംബർ 9 മുതൽ ആരംഭിച്ച പരിശോധന ജൂൺ അവസാനം വരെ തുടരുമെന്നാണ് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴത്തെ സ്വിറ്റ്സർലൻഡിലെ ഈ അവസ്ഥയിൽ കുടിയേറ്റം രൂക്ഷമായി തുടരുന്നത് കൊണ്ട് തന്നെ ആ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്.
വിമാനത്താവളങ്ങൾ, ഫെറി ടെർമിനലുകൾ, അന്താരാഷ്ട്ര റെയിൽവേ ഹബ്ബുകൾ എന്നിവിടങ്ങളിലൊക്കെ സ്വിറ്റ്സർലൻഡ് പരിശോധന കർശനമാക്കി കഴിഞ്ഞു. ട്രെയിനിലോ ഫെറിയിലോ എത്തുന്നവർ പരിശോധനയ്ക്ക് തങ്ങളുടെ രേഖകൾ തയ്യാറാക്കി വെക്കണമെന്നാണ് സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള 10 ഷെങ്കൻ രാജ്യങ്ങളുടെ നിർദ്ദേശം. ശനിയാഴ്ച ടെന്നസയിലെ സ്പാർട്ടയിൽ അപ്പർ കമ്പാർട്ട്ലാൻഡ് റീജിയണൽ എയർപോർട്ടിന് തെക്ക് ഒരു സിംഗിൾ എഞ്ചിൻ മൂണി തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 3 പേരും മരിച്ചു. സംഭവം അപകടമെന്ന് സ്ഥിരീകരിച്ചു US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മെംഫിസ് എയർ ട്രാഫിക് കൺട്രോൾ സെന്റർ. വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി അറിയിച്ചതിന് പിന്നാലെയാണ് അപകടം നടന്നത്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അപകടം സ്ഥിരീകരിച്ചു. അന്വേഷണം നടത്തി വരികയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ $50 ബില്യൺ നിക്ഷേപിക്കുമെന്ന് സ്വിറ്റ്സർലൻഡിലെ ബാസൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോച്ചെ എന്നറിയപ്പെടുന്ന ഹോഫ്മാൻ ലാ റോച്ചെ AG പ്രഖ്യാപിച്ചു. ഇത് US-ന്റെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നാണ്. ലോകമെമ്പാടും ഫാർമസ്യൂട്ടിക്സ്, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സ്വിസ് മൾട്ടിനാഷണൽ ഹോൾഡിംഗ് ഹെൽത്ത് കെയർ കമ്പനിയാണ് റോച്ചെ. ഹോൾഡിംഗ് കമ്പനിയായ റോച്ചെ ഹോൾഡിംഗ് AGയുടെ ഓഹരി സ്വിസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംരംഭം 12,000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഏകദേശം 6,500 നിർമ്മാണ മേഖലയായിരിക്കും. പുതിയ അത്യാധുനിക ഗവേഷണ വികസന സൈറ്റുകൾക്കും ഇൻഡ്യാന, പെൻസിൽവാനിയ, മസാച്യൂസെറ്റ്സ്, കാലിഫോർണിയ എന്നിവിടങ്ങളിലെ പുതുതായതും വികസിപ്പിച്ചതുമായ നിർമ്മാണ സൗകര്യങ്ങൾക്കും പ്രഖ്യാപിക്കേണ്ട അധിക സ്ഥലങ്ങൾക്കുമാണ് ധനസഹായം. ആഗോള വിപണിയിൽ എണ്ണവിലയിൽ ഇടിവ് തുടരാൻ സാധ്യതയുള്ളതിനാൽ UAEയിൽ അടുത്ത മാസം പെട്രോൾ വില കുറയുമെന്ന് സൂചന. ആഗോള ക്രൂഡ് ഓയിൽ വില 2025 ഏപ്രിൽ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് താഴ്ന്നിരുന്നു. US ചൈന താരിഫ് തർക്കം മൂലം ആഗോള സാമ്പത്തിക വളർച്ചയും കുറയുമെന്ന് പ്രവചനം. എണ്ണയ്ക്ക് ആഗോള ആവശ്യം കുറഞ്ഞതും OPEC+ രാജ്യങ്ങൾക്ക് ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിപ്പിച്ചതും ക്രൂഡ് ഓയിൽ വില കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. അടുത്ത മാസങ്ങളിൽ സമാന സാഹചര്യം തുടരാനാണ് സാധ്യത. കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കും തിരികെയുമുള്ള ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസുകൾ മെയ് 15 മുതൽ ആരംഭിക്കും. നേരത്തെ ഈ സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ തീയതി പിന്നീട് മാറ്റുകയായിരുന്നു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഇൻഡിഗോ മസ്കറ്റ് കണ്ണൂർ സർവീസ് ഉണ്ടാവുക. കണ്ണൂരിൽ നിന്നും അർദ്ധരാത്രി 12:40 പുറപ്പെട്ട് പുലർച്ചെ 2:35 വിമാനം മസ്കറ്റിൽ എത്തുക. മസ്കറ്റിൽ നിന്നും പുലർച്ചെ 3:35 പുറപ്പെട്ട് കാലത്ത് 8:30 കണ്ണൂരിലെത്തും. സർക്കാർ പൊതുമേഖലാ ഗ്രന്ഥശാലകളിലേക്ക് 25 ലക്ഷം ദിർഹത്തിന്റെ പുസ്തകങ്ങൾ വാങ്ങാൻ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഹാസിഫ് ഉത്തരവിട്ടു. ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രസാധകരിൽ നിന്നാണ് പുസ്തകങ്ങൾ വാങ്ങുക. വിജ്ഞാന രൂപീകരണത്തിലും നൈപുണ്യ വികസനത്തിലും ലൈബ്രറികളുടെ പ്രാധാന്യം ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നത്. ലൈബ്രറികൾ വിജ്ഞാനത്തിന്റെ ആസ്ഥാന മന്ദിരങ്ങളാണെന്നും ഷാർജയിലെ വായനാ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ തീരുമാനം നിർണായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 1 വർഷത്തിനുള്ളിൽ സൗദി മദീന മസ്ജിദ് നബവിയിലെ റൗദ സന്ദർശിച്ച പ്രാർത്ഥന നടത്തിയ വിശ്വാസികളുടെ എണ്ണം 1.3 കോടി കവിഞ്ഞതായി ഇരുഹറം കാര്യാലയം അറിയിച്ചു. റൗദ സന്ദർശിക്കാൻ നുസക് അല്ലെങ്കിൽ തവക്കൽന ആപ്ലിക്കേഷനുകൾ വഴിയാണ് പെർമിറ്റ് അനുവദിക്കുന്നത്. ഒരാൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ബുക്ക് ചെയ്യാൻ അവസരം ലഭിക്കുകയുള്ളൂ. സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് എന്നിവയ്ക്ക് കീഴിലുള്ള പാസ്പോർട്ട് കൗൺസിലർ സേവനങ്ങളുടെ പുറം കരാർ ഏജൻസിയായി അലങ്കിത് അസൈൻമെന്റ് ലിമിറ്റഡിനെ തിരഞ്ഞെടുത്തു. പാസ്പോർട്ട്, ഇതര കോൺഗ്രസ് സേവനങ്ങൾ, വിസ, അറ്റസ്റ്റേഷൻ എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും ഡെലിവറി നടത്തുന്നതിനുമുള്ള കരാറാണ് ന്യൂഡൽഹി ആസ്ഥാനമായ വിവിധ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുള്ള അലങ്കിത് ഗ്ലോബലിന് ലഭിച്ചത്. വർഷങ്ങളായി നിലവിലുള്ള VFS ഗ്ലോബലിന് കരാർ നഷ്ടമായെങ്കിലും അടുത്ത 2 മാസം കൂടി അവർ നിലവിൽ സേവനങ്ങൾ നൽകും. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ സൈനിക യൂണിഫോമുകളുടെ സമാനമായ വസ്ത്രങ്ങളുടെയും വിൽപ്പന, തുന്നൽ എന്നിവ നിരോധിച്ച് ഉത്തരവ്. യൂണിഫോം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനാണ് നടപടി. പകൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പൊതുസമാധാനത്തിനും സുരക്ഷയ്ക്കും ഉണ്ടായേക്കാവുന്ന ഭീഷണി സാധ്യതകൾ കണക്കിലെടുത്താണ് നിരോധനമെന്നും ഉത്തരവിൽ പറയുന്നു. കിഷ്ത്വാർ ഡെപ്യൂട്ടി കമ്മീഷണർ രാജേഷ് കുമാർ ഷാവനാണ് നിരോധനത്തിന് ഉത്തരവിട്ടത്.
സൈനിക യൂണിഫോമുകൾ വാങ്ങുകയും സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന എല്ലാ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളും കടകളും പ്രവർത്തിക്കാൻ അനുമതിയെക്കുറിച്ചുള്ള അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളും രേഖാമൂലം വിവരം കൈമാറണമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. 15 ദിവസത്തിനുള്ളിൽ ഈ വിവരങ്ങൾ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. ഇന്ത്യൻ നാവികസേനയ്ക്കായി 26 റാഫേൽ എം ജെറ്റുകൾക്കായുള്ള 63,000 കോടി രൂപയുടെ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെക്കും. INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഈ നൂതന ജെറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭീഷണികളെ ചെറുക്കുന്നതിലൂടെ ഇന്ത്യയുടെ സമുദ്രശക്തിയെ ശക്തിപ്പെടുത്തും. ലോകത്തിലെ ഏറ്റവും കഴിവുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നായ റാഫേൽ എം വ്യാപകമായി കണക്കാക്കപ്പെടുന്നു. നിലവിൽ ഫ്രഞ്ച് നാവികസേന മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിന്റെ 12 വർഷത്തെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ CBI. കൂടാതെ 2003 മുതൽ 2015 വരെയുള്ള വരുമാനത്തെക്കുറിച്ചും അന്വേഷിക്കും. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം. 1 കോടി രൂപ വിലയുള്ള തിരുവനന്തപുരത്തെ അപ്പാർട്ട്മെന്റ് വാങ്ങിയതും 3 കോടി രൂപയ്ക്ക് മുംബൈയിൽ ഫ്ളാറ്റ് വാങ്ങിയതും അന്വേഷണ പരിധിയിലുണ്ട്. കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലേക്ക് ലഹരി പരിശോധന വ്യാപിപ്പിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ലഹരി കേസുകളിൽ സംവിധായകരും നടന്മാരും പ്രതികളായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇതിനായി സിനിമാ സെറ്റുകളിലടക്കം എക്സൈസ്, NCB അടക്കമുള്ള ഏജൻസികളുമായി സഹകരിച്ച് സംയുക്ത പരിശോധന നടത്തും. ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ പരിശോധനാ ഫലം പുറത്തുവരാൻ 3 മാസം വരെ കാലതാമസം നേരിടും. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിക്കുന്നതിൽ CPM സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നത. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന യോഗങ്ങളിൽ PK ശ്രീമതിയെ പങ്കെടുപ്പിക്കാമെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ PK ശ്രീമതിക്ക് പ്രായത്തിന്റെ പേരിൽ ഇളവ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യപ്രകാരമല്ലെന്നാണ് വിവരം. തുടരാൻ PK ശ്രീമതിയെ ദേശീയ നേതൃത്വത്തെ താൽപര്യം അറിയിച്ചുവെന്നും ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും ഇക്കാര്യം അവതരിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് സൂചന. തിരുവനന്തപുരത്ത് കവടിയാറിൽ കോളറ മരണം സ്ഥിരീകരിച്ചിട്ടും ആരോഗ്യവകുപ്പ് അനാസ്ഥ തുടരുന്നതായി ആക്ഷേപം. കോളറ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ വീട്ടിലെ കുടിവെള്ളത്തിന്റെ സാമ്പിൾ പോലും അധികൃതർ പരിശോധിച്ചില്ല എന്നും കോളറ മരണമാണെന്ന് വാർഡ് കൗൺസിലറെ പോലും അറിയിച്ചില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. ഏപ്രിൽ 20-ാം തീയതിയാണ് കവടിയാർ സ്വദേശിയും കൃഷിവകുപ്പ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമായ അജയ് R. ചന്ദ്ര കോളറ ബാധിച്ച് മരിച്ചത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 113.62 ഇന്ത്യൻ രൂപ. 1 US ഡോളർ 85.33 ഇന്ത്യൻ രൂപ. 1 യൂറോ 96.94 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂളിന്. ടോട്ടനത്തെ 1-5 ഗോളിന് തോൽപ്പിച്ചാണ് ലിവർപൂൾ കിരീടം ഉറപ്പിച്ചത്. 4 മത്സരങ്ങൾ ശേഷിക്കെയാണ് ലിവർപൂൾ ചാമ്പ്യന്മാരാകുന്നത്. 2020 ശേഷം ലിവർപൂളിന്റെ ആദ്യ പ്രീമിയർ ലീഗ് കിരീട നേട്ടമാണിത്. ഇതോടെ ലീഗിൽ 20 കിരീടമെന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്ര നേട്ടത്തിനൊപ്പം ലിവർപൂളും എത്തി. 13 കിരീടങ്ങൾ നേടിയുള്ള ആഴ്സണലും 10 കിരീടങ്ങൾ നേടിയുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കും ബഹുദൂരം മുന്നിലാണ് ലിവർപൂളും യുണൈറ്റഡും. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 6 വിക്കറ്റ് ജയം. ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 163 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCB 18.3 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 47 പന്തിൽ 73 റൺസുമായി പുറത്താവാതെ നിന്ന ക്രൂനാൽ പാണ്ഡ്യയാണ് RCBയെ വിജയത്തിലേക്ക് നയിച്ചത്. വിരാട് കോഹ്ലി 47 പന്തിൽ 51 റൺസ് നേടി. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താനും RCBക്ക് സാധിച്ചു. 10 മത്സരങ്ങളിൽ 14 പോയിന്റാണ് അവർക്കുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മു കാശ്മീരിലെ സുരക്ഷ വിലയിരുത്തുവാനും തുടർ സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് കൂടിക്കാഴ്ച. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ താവളം സുരക്ഷാ സേന കണ്ടെത്തിയതായി റിപ്പോർട്ട്.
കാനഡയിലെ വാൻകൂവറിൽ ഫിലിപ്പിനോ പൈതൃക ഉത്സവത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റി കൊല്ലപ്പെട്ടവരുടെ എണ്ണം 11 പ്രതിക്കെതിരെ 8 കൊലപാതക കുറ്റങ്ങൾ ചുമത്തിയതായി പ്രോസിക്യൂട്ടർമാർ. അതിമോഹം തീരാതെ ട്രംപ്. ക്രിമിയ ഉപേക്ഷിക്കാൻ സെലൻസ്കി തയ്യാറാണെന്ന് താൻ കരുതുന്നുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന് പിന്നാലെ അഭയാർത്ഥി പ്രശ്നം രൂക്ഷമായ യുകെയിലും നാടുകടത്തൽ നടപടി കടുപ്പിക്കുന്നു. ഷെങ്കൻ വിസയുമായി യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ്. ജർമ്മൻ, ഫ്രാൻസ്, നെതർലാൻഡ് അടക്കം 10 രാജ്യങ്ങൾ അതിർത്തി പരിശോധനകൾ പുനഃസ്ഥാപിച്ചു. ആഗോള വിപണിയിൽ എണ്ണവിലയിൽ ഇടിവ് തുടരാൻ സാധ്യത. യുഎഇയിൽ അടുത്ത മാസം പെട്രോൾ വില കുറയുമെന്ന് സൂചന. കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കും തിരികെയുമുള്ള ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസുകൾ മെയ് 15 മുതൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂളിന്. ടോട്ടനത്തെ 1-5 ഗോളിന് തോൽപ്പിച്ചാണ് ലിവർപൂൾ കിരീടം ഉറപ്പിച്ചത്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.